ഞാനെന്താ ഇങ്ങനെ മൂക്ക് പൊത്തി പിടിച്ചിങ്ങനെ മനസ്സിലായോ? കാരണം ഈ കാണുന്ന ബാത്റൂമിന്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. മൊത്തത്തിൽ കരി പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു എക്സോസ് ഫാൻ കത്തിയിട്ടാണ് ഇത്രയും വലിയൊരു പുക വന്നത് കേട്ടോ അവിടെ. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സോസ് ഫാൻ അല്ല, ഇതിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന PVC പൈപ്പ് അടക്കം കത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ദൂരം കത്താനുള്ളൊരു കാരണം എന്താ മനസ്സിലായോ? ആ എക്സോസ് ഫാനിന്റെ ബാക്കിൽ ഒരു കിളിക്കൂട് ഉണ്ട്, അത് കാരണം കൊണ്ടാണ് കേട്ടോ. കാരണം ഈ കണ്ട ഈ വാഷ് ബേസിന്റെ ഉള്ളിലേക്കൊക്കെ വന്നിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും ഷോപ്പിംഗ് മാള് കത്തി ഇത് കത്തി, അതൊക്കെ ഇതേപോലത്തെ സംഭവം കൊണ്ടാണ് കത്തുന്നത്. അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ പഴയ കുറെ കാലപ്പഴക്കം ചെന്ന എക്സോസ് ഫാനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാണ് ഏറ്റവും നല്ലത്. ഫാനുകൾ ഉണ്ടെങ്കിൽ മാറ്റുക, കുറച്ച് കാലപ്പഴക്കം കഴിഞ്ഞാൽ ഒക്കെ മാറ്റുന്നതാണ് നല്ലത്. റിപ്പയറിങ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതൊക്കെ കത്താനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട് കൂട്ടിയിട്ട് ഇതിന്റെ ബാക്കിൽ ആരും നെറ്റൊന്നും വെക്കില്ല. ഫ്രണ്ടിലും നല്ല രീതിയിൽ എക്സോസ് ഫാൻ വെച്ച് പോകും, ബാക്കിൽ അധികം ആരും നെറ്റ് വെക്കാതെ പോകും. അപ്പൊ കിളികൾക്ക് എന്താ ഒരു കൂട് കൂട്ടാനുള്ള സേഫ് ആയിട്ടുള്ള ഏരിയ കിട്ടി. അവിടെ അണ്ണാനോ അല്ലെങ്കിൽ കിളിയോ കൂട് കൂട്ടിയിട്ട് ഈ ഫാനിന്റെ ലീഫിൽ തട്ടും. ലീഫിൽ തട്ടുന്ന സമയത്ത് എന്താവും, ഈ കിളിയുടെ കൂട് തട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റക്കാവും. ഈ സ്റ്റക്കായി കഴിഞ്ഞാൽ ഫാൻ ചൂടാവും. അങ്ങനെ ഈ കിളിയുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പാർക്ക് വന്നിട്ട് മൊത്തത്തിൽ കത്തിക്കാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഇതാണ്. പക്ഷേ ഈ വയറ് ഉരുകിയ സമയത്താണ് അടിയിൽ MCB ഓഫായത്. MCB ഓഫായാലും ഇത് കത്തിപ്പിടിക്കും. കാരണം എന്താ മനസ്സിലായോ? ഇത് കത്താനുള്ള ഒരു ചാൻസ് അവിടെ കൊടുത്തല്ലോ. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു തീപ്പെട്ടി കത്തിച്ചിട്ട് ഒരു പേപ്പറിൽ കത്തിച്ച് കഴിഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളി കെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, കാരണം അവിടെ ഓൾറെഡി കത്തിപ്പിടിക്കും. അതേപോലെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മീറ്റർ ബോർഡിൽ ഒരുപാട് ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതും ഇതേപോലെ തന്നെ അവസ്ഥ. ഇതിലിപ്പോൾ ഒരു മറ്റേ അണ്ണാൻ കൂട്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അണ്ണാനാണ് കൂട് കൂട്ടുക. അണ്ണാന് കൂട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്പാർക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കൂട് മൊത്തം കത്തിയിട്ട് ഈ മീറ്റർ ബോർഡ് മൊത്തത്തിൽ കത്തും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ എക്സോസ് ഫാൻ വെക്കുന്ന സമയത്ത് ബാക്കിൽ നെറ്റ് വെക്കാൻ ശ്രമിക്കുക. ഇതേപോലെ മീറ്റർ ബോർഡിലൊന്നും ഹോൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യാൻ തരും.